ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇന്ന് വീട്ടിൽ നോമ്പ് തുറയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചു, ബെഡൊക്കെ വിരിച്ചിട്ടു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് നേരെ അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ പോയി നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തലേ ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ആദ്യം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഉള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റും ഒരു കുപ്പി ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 10 രൂപയുടെ ഒരു ചെറിയ ബോക്സ് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കുറച്ച് ചൂടുവെള്ളമിട്ട് നല്ലോണം മിക്സാക്കി അതിലേക്ക് മൈദമാവിട്ട് നല്ല രൂപത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ബീഫിൻ്റെ വരട്ടാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് നല്ലോണം കഴുകിയെടുത്ത് വൃത്തിയാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ നമ്മൾ സാധാ പൊടികളൊക്കെ ഇട്ട് കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നല്ലോണം മിക്സ് ആക്കി കേട്ടോ. അപ്പോൾ എൻ്റെ കൈ നല്ലോണം പുകച്ചെടുക്കുന്നുണ്ട്. ഞാൻ കവറിട്ടിട്ടാണ് കേട്ടോ അത് മസാല മിക്സാക്കിയത്. അങ്ങനെ അതും അവിടെ വേവിക്കാൻ വെച്ചു. പിന്നെ നല്ല ചിക്കൻ്റെ ഈ പിസ്സയിലേക്ക് വേണ്ടിയുള്ള ബോൺലെസ് ചിക്കന് പൊരിച്ചെടുക്കാൻ കരുതി. അതിലേക്ക് കുറച്ച് സോസും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത്, പിന്നെ ഇന്ന് പത്തിരിയും അതുപോലെ തന്നെ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാമെന്ന് കരുതി. പിന്നെ അതൊക്കെ കട്ട് ചെയ്യലായി. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓർഡർ ആയിട്ടൊന്നുമല്ല കേട്ടോ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നോമ്പ് തുറയൊക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കലും കൂടെ എല്ലാം കൂടെ ആവില്ല എന്ന് വെച്ചിട്ട് പിന്നെ വ്ളോഗിന് വേണ്ടിയിട്ട് ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തതേ ഉള്ളൂ. പിന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള മയോണീസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വെച്ചു. മയോണീസ് മുട്ട ഉണ്ടല്ലോ കേട്ടോ ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു മയോണീസ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി മയോണീസ് വരും. അപ്പോൾ ഈ മുട്ട ഉണ്ടാക്കാൻ ആകുമ്പോൾ ചിലപ്പോൾ വയറിനൊക്കെ പറ്റാണ്ടാവും. അതുകൊണ്ട് മുട്ട ഒഴിവാക്കി വെറും ഒരു ഗ്ലാസ് പാലൊഴിച്ചുള്ള മയോണീസ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മയോണീസ്. പിന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മന്തീൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചു. ആദ്യം ചിക്കനെല്ലാം കഴുകിയെടുത്തു. അതിലേക്ക് ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പിന്നെ മന്തി മസാല, മാഗി ക്യൂബ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ മന്തീൻ്റെ പൊടികളും കാര്യങ്ങളും. പിന്നെ കളറില്ലായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇട്ടിട്ട് നല്ലൊരു ഇത് തന്നെ കുഴച്ച് വെച്ച് ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ല ആളും വിചാരിച്ചിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് സോസും സോയാ സോസൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലോണം മിക്സാക്കി അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാവും. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ വെച്ച് പിന്നെ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടോ. പത്തിരി പരത്തിയതും ചുട്ടതൊക്കെ ഉമ്മയാണ്. പത്തിരിയും കറിയൊക്കെ ഉമ്മയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പത്തിരി കുഴച്ച് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അതും അവിടെ റെഡിയാക്കാൻ വിചാരിച്ചു. പിന്നെ പത്തിരി ഏകദേശം ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞ് നല്ല പണിയാണ് കേട്ടോ ഈ പത്തിരി ചുടൽ എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത് പരത്തി ചുടണ്ടേ വെച്ചിട്ട് ഞാനെല്ലാം കുഴച്ചൊന്ന് പരത്തി റെഡിയാക്കി വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അതും അവിടെ കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നേരത്തെ വേവിച്ച ബീഫ് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പെരുജീരകം, ഉലുവയിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2 സവാള നേർങ്ങനെ അരിഞ്ഞിട്ട് അതും അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മളെ മുളക് പൊടി മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ടോ. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഇൻഷാല്ലാ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഒരു ബന്ന് നിറച്ച റെസിപ്പിയാണ് കേട്ടോ ഇത്. ചീസൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ അതും അവിടെ റെഡിയാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ് കേട്ടോ. പിസ്സ എന്ന് വെച്ചാൽ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് ഇതിൽ ഈ അലൂമിനിയം മൂടിയിലേക്ക്
കുറച്ച് എണ്ണ തടവിയിട്ട് ഇതേപോലെ നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് ഫോർക്ക് കൊണ്ട് നല്ലോണം ഇങ്ങനെ ഓൾസാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പിസ്സേൻ്റെ സോസ് ഇതിലൊന്ന് കുറച്ച് നല്ലോണം തന്നെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഒന്നായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി, അതേപോലെ തന്നെ ക്യാപ്സിക്കം, ഓണിയൻ ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ച ചിക്കനും. ഇതിൽ വേറെ എന്തൊക്കെയോ സൈത്തും കായ അങ്ങനത്തെ എന്തൊക്കെ ഇടും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ മൊസറല്ല ചീസ് ഇതാണ് കേട്ടോ മെയിനായിട്ട് ഇതിൽ വേണ്ടത്. അങ്ങനെ മൊസറല്ല ചീസും ഇട്ടതിന് ശേഷം ഇങ്ങനെ അപ്പച്ചമ്പിൽ, അതായത് ആവി കയറ്റി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിസ്സ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉന്നക്കായി ഞാൻ തലേ ദിവസം തന്നെ ഉരുട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ 2 ഐറ്റംസ് കടി അവിടുന്ന് ഓല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അതും സമൂസ, ഷവർമാൻ്റെ സമൂസയും അതുപോലെ തന്നെ പിന്നെ വേറൊരു സ്നാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പിസ്സ. നമ്മൾ പിസ്സയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കലായി. പിന്നെ നോമ്പുറക്കാൻ നേരത്തുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കടികളും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്ന തിരക്കിലായി. പിന്നെ അതൊക്കെ പിന്നെ ടേബിളിൽ കൊണ്ടുവച്ചു. ഇതാണ് കേട്ടോ നമ്മൾ ഫൈനലി നമ്മൾ നോമ്പുറക്കാനുള്ള സ്പെഷ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്ര ഐറ്റംസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി. ഞാനിവിടെ 3 ഐറ്റംസുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ പെങ്ങൾ 2 ഐറ്റംസ് അവിടുന്ന് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വ്ളോഗായിട്ട് വരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.